ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശമെന്ന് സുപ്രീം കോടതി. അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശമാണ്. സ്കൂളുകളിൽ നാപ്കിനുകൾ സൗജന്യമായി നൽകണമെന്നും വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അബ്ദുൾ റഷീദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്? സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം ആർത്തവ ആരോഗ്യത്തിനുള്ള അവകാശം അത് ജീവിക്കാനുള്ള മൗലികാവകാശമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് ബയോഡിഗ്രേഡിൻ സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകണമെന്ന കർശന നിർദ്ദേശം സർക്കാർ അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള സ്കൂളുകൾക്കും ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും പ്രവർത്തനക്ഷമവും അതോടൊപ്പം തന്നെ ശുചിത്വവുമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 6 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആർത്തവ അവധികൾ നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. എന്തായാലും ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.